Hi friends, welcome back to Viniz World. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബെങ്കൻ മസാലയാണ്. അതിനായി 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊന്ന് കാണിച്ച് ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറമൊന്ന് വാടി വരും. അപ്പോൾ നമുക്കിത് പൊളിച്ചെടുക്കാം. ഈ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. എല്ലാം പൊളിച്ചെടുക്കാം കേട്ടോ. അതിനെ ആറാക്കി മുറിച്ചെടുക്കാം കേട്ടോ. 4-5 ഉരുളൻകിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ് കേട്ടോ. ഒരു ഉരുളൻകിഴങ്ങിനെ നീളത്തിൽ ആറാക്കി മുറിച്ചതാണ്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വഴുതനങ്ങ നമ്മൾ ആറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഇതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കില്ലേ കുറച്ച് വിനീഗറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത്. അത് വെച്ച് മിക്സ് ചെയ്യാം. ഇതിലും അതുപോലെ തന്നെ മിക്സ് ചെയ്യണത് വിനീഗർ വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്കിത് ആദ്യം ഉരുളൻകിഴങ്ങ് വറുത്ത് പോരാം. വഴുതനങ്ങ കഴിക്കാത്തവരെ ഇങ്ങനെ കഴിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല ഇതെന്താന്ന്. ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ആ സമയത്ത് എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഫ്ലെയിം നല്ല കൂട്ടി വെക്കാം. അപ്പോൾ അധികം എണ്ണ കുടിക്കില്ല. ഉരുളൻകിഴങ്ങ് മുഴുവനും ഇതുപോലെ തന്നെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ഒരു സൈഡായി വരുമ്പോൾ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കോരിയെടുക്കാം കേട്ടോ. ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതും കൂടി ഇട്ട് അതൊന്ന് പച്ചച്ചൊവ ഒന്ന് മാറുക, മീൻസ് അതിനൊന്ന് മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. 2 വലിയ സവാളയാണ് ഇട്ട് കൊടുത്തേക്കണത്. നമ്മൾ മുട്ടയ്ക്കൊക്കെ അരിയില്ലേ സ്ലൈസ് ചെയ്ത്, അതുപോലെ അരിഞ്ഞാൽ മതി, നീളത്തിൽ അരിഞ്ഞാൽ മതി. ഇനി ഇതൊന്ന് നന്നായി വഴണ്ട് വരണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 2 മുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് നീളത്തിൽ കീറിയതാണ്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. പിന്നെ 1 ടീസ്പൂൺ മസാലപ്പൊടി. ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വലിയ 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പൊക്കെ തക്കാളിയിൽ പിടിക്കണവരെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ തക്കാളിക്കും സവാളയ്ക്കും ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വറുത്തപ്പം നമ്മൾ കുറച്ച് ഇട്ടതാണല്ലോ, പിന്നെ ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരണവരെ ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം കേട്ടോ. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് നേരമായി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ തക്കാളി ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടായി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണ പൊട്ടറ്റോ ഉരുളൻകിഴങ്ങും വഴുതനങ്ങയും ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള, അതായത് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായി കേട്ടോ. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഇതുണ്ടാക്കിയ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ്റെയോ മീറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും ഇതിന്. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.